നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏങ്ങണ്ടിയൂരിൽ ഗവർണർക്ക് SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. BJP പ്രവർത്തകരുമായി സംഘർഷം. വാടാനപ്പള്ളി RCUP സ്കൂളിൽ വാർഷികവും യാത്രയയപ്പും. സർക്കാർ അവഗണനയ്ക്കെതിരെ താനത്ത് കോൺഗ്രസ് ധർണ. വാർത്തകൾ വിശദമായി. ഏങ്ങണ്ടിയൂരിൽ ഗവർണർക്ക് നേരെ SFIക്കാരുടെ കരിങ്കൊടി പ്രതിഷേധം നടന്നു. ഇവരെ അവിടെ ഉണ്ടായിരുന്ന BJP RSS അനുയായികൾ മർദ്ദിക്കുകയും ചെയ്തു. ഗവർണർക്ക് ഏർപ്പെടുത്തിയിരുന്ന CRPF പോലീസ് സുരക്ഷകൾ മറികടന്നാണ് SFI പ്രവർത്തകർ എത്തി കരിങ്കൊടി കാണിച്ചത്. ഏങ്ങണ്ടിയൂർ ദീനദയാൽ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ട്രസ്റ്റിന് കീഴിലുള്ള സരസ്വതി വിദ്യാനികേതനിൽ ചരിത്രകാരൻ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷത്തിന്റെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു ഗവർണർ. കനത്ത സുരക്ഷാ വലയം ഭേദിച്ച് കരിങ്കൊടിയുമായി എത്തിയ SFI പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ സ്ഥലത്ത് ഏറ്റുമുട്ടുകയായിരുന്നു. 2 ദിവസങ്ങളിലായി ജില്ലയിൽ ഗവർണർ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നതിന് എത്തിയതായിരുന്നു. ദീനദയാൽ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ മാനേജറും ചരിത്ര ഗവേഷകനുമായ വേലായുധൻ പണിക്കശ്ശേരിയുടെ നവതി ആഘോഷമായ നവതികതയുടെ ഉദ്ഘാടനം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർവഹിച്ചു. ചരിത്ര പഠന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് വേലായുധൻ പണിക്കശ്ശേരിയുടേതെന്ന് ഗവർണർ അഭിപ്രായപ്പെട്ടു. ചരിത്ര ഗവേഷണം, ജീവചരിത്രം, ബാലസാഹിത്യം, ഫോക്ലോർ തുടങ്ങിയ മേഖലകളിൽ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹം നമുക്ക് എല്ലാം മാതൃക ആണ്. സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൻ്റെ മാനേജർ ആയ അദ്ദേഹത്തിൻ്റെ കീർത്തികൾ കേരള സാഹിത്യ അക്കാദമി, കേരള സർക്കാർ എന്നിവയുടെ പുരസ്കാരം നേടി. അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇന്ന് പാഠപുസ്തകം ആണ്. ഏങ്ങണ്ടിയൂരിൽ എൻ്റെ ആദ്യ സന്ദർശനം ആണ്. ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണാനും വേലായുധൻ പണിക്കശ്ശേരി എന്ന മഹത് വ്യക്തിയെ പരിചയപ്പെടാനും സാധിച്ചതിൽ ചരിതാർത്ഥ്യം ഉണ്ട്. അദ്ദേഹത്തിൻ ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഭാവി ജീവിതം ആശംസിക്കുന്നു. Today, as we convey our hearty Navati Ashamsakal to Shri Velayudhan Panikasheri. നവതിക സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി അധ്യക്ഷത വഹിച്ചു. ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി IA മോഹനൻ, കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ, രാഷ്ട്രീയ സ്വയം സേവക സംഘം സംസ്ഥാന കാര്യവാഹ് PN ഈശ്വരൻ എന്നിവർ ആശംസകൾ നേർന്നു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ 65ാമത് ചരിത്ര ഗ്രന്ഥമായ സിന്ധു നദീതട സംസ്കാരവും പ്രാചീന ഭാരതത്തിലെ സർവകലാശാലകളും എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ നവതിക
സ്വാഗത സംഘം ചെയർമാൻ ഗോപിനാഥ് വന്നേരി ആദരിച്ചു. തുടർന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ വേലായുധൻ പണിക്കശ്ശേരിയെ ആദരിച്ചു. വേലായുധൻ പണിക്കശ്ശേരി മറുപടി പറഞ്ഞു. തുടർന്ന് വിവിധ സംഘടനകളും വ്യക്തികളും വേലായുധൻ പണിക്കശ്ശേരിയെ ആദരിച്ചു. ചരിത്ര ഗവേഷകൻ വേലായുധൻ പണിക്കശ്ശേരി എഴുതിയ പുസ്തകങ്ങളുടെയും അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകളുടെയും പ്രദർശനമായ ചരിത്ര സരണി ഗവർണർ സന്ദർശിച്ചു. ദേശീയ ഗാനാലാപനത്തോടെ നവതികയ്ക്ക് തിരശ്ശീല വീണു. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും വ്യവസായ വകുപ്പിന്റെയും നേതൃത്വത്തിൽ നാട്ടിക പഞ്ചായത്ത് ഹാളിൽ വെച്ച് ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം.ആർ. ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് രജനി ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സന്തോഷ്, മെമ്പർമാരായ ഗ്രീഷ്മ സുഗ്ലേഷ്, CS മണികണ്ഠൻ, സുരേഷ് ഇയാനി, ഐഷ ബി അബ്ദുൽ ജബ്ബാർ, നിഖിത പി രാധാകൃഷ്ണൻ, CDS ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ, വ്യവസായ വികസന ഓഫീസർ നവ്യ രാമചന്ദ്രൻ, വ്യവസായ വകുപ്പ് എന്റർപ്രൈസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് ഹരിത PS എന്നിവർ സംസാരിച്ചു. താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് താന്യം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആൻഡോ തൊറയൻ, മിനി ജോസ്, കോൺഗ്രസ് നേതാക്കളായ CT ജോസ്, MB സജീവൻ, KN വേണുഗോപാൽ, VK പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ചേറ്റുവ MES സെന്ററിന് കിഴക്കുവശം ചെമ്പൻ ചന്ദ്രൻ ഭാര്യ പുഷ്പാവതിക്ക് ഏങ്ങണ്ടിയൂർ ലയൺസ് ക്ലബ്ബ് സൗജന്യമായി വീട് പണിത് നൽകി. മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ലയൺ സുഷമ നന്ദകുമാർ താക്കോൽദാനം നിർവഹിച്ചു. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർപേഴ്സൺ ലയൺ VJ തോമസ്, ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ ഡോക്ടർ EK രാമചന്ദ്രൻ, സെക്രട്ടറി ലയൺ NS രവി, ട്രഷറർ ലയൺ ശ്രീനിവാസൻ, ലയൺ PK രാജശേഖരൻ, ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹർഷവർദ്ധൻ, പഞ്ചായത്ത് മെമ്പർമാരായ സതീശൻ പനക്കൽ, ബാബു ചെമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. RTO ഓഫീസിലെ ലൈസൻസ് വിതരണവും RC ബുക്ക് വിതരണവും മാസങ്ങളായി നടക്കുന്നില്ലെന്നും RTO ഓഫീസിൽ നിന്ന് ഒരു പൗരന് ലഭിക്കേണ്ട സേവനങ്ങൾ ഒന്നും ലഭ്യമാകുന്നില്ലെന്നും DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ആരോപിച്ചു. മാസങ്ങളായി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലൈസൻസും RC ബുക്കും നൽകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെയും ഗതാഗത വകുപ്പിന്റെയും ഫീസ് വർധനവിന് എതിരെയും സേവന സ്തംഭനത്തിനെതിരെയും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപ്രയാർ സബ് RTO ഓഫീസിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ, PK നന്ദനൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, മണ്ഡലം പ്രസിഡന്റ് ജീന പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി രഹ്ന ഭിനേഷ്, AB ഹരിലാൽ, KV സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീദേവി മാധവൻ, സുധി ആലക്കൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MV വൈഭവ്, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ബാബു പനക്കൽ, പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് റസൽ, രാജു അരയംപറമ്പിൽ, ഹേമ പ്രമൻ എന്നിവർ പങ്കെടുത്തു. സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ച് വാഹനങ്ങളെ ഉപയോഗിച്ച് ഉപജീവനം നടത്തുന്ന 50 ലക്ഷത്തോളം വരുന്ന കേരളത്തിലെ വാഹന ഉടമകൾക്ക് വലിയ രീതിയിൽ ആഘാതം ഏൽപ്പിച്ചുകൊണ്ടാണ് 20 ഇരട്ടി ഫീസ് വർധന ഏർപ്പാടാക്കി 25 രൂപക്ക് നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ കടകളിലും അതുപോലുള്ള കടകളിൽ ലഭിക്കുന്ന ATM പോലുള്ള കാർഡുകൾ 200 രൂപ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ഇന്ന് സർക്കാർ അതിന് ഫീസ് ചുമത്തിയിരിക്കുന്നത്. ഇടവേള. ചേട്ടനെവിടെ? അത് പിന്നെ രാവിലെ അമ്പലത്തിൽ പോണെന്ന് കരുതി പിന്നെ ഇങ്ങോട്ട്. എന്നിട്ടാണോ ഇവിടെ? എനിക്ക് മനസ്സിലായി. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. മുഖത്ത് മിനുമിനുപ്പും പളവളപ്പും. അപ്പൊ ഇതായിരുന്നു പരിപാടിയല്ലേ? അതോ സ്പർശ ആയുർവേദിക് ക്ലിനിക്കിന്റെ നാച്ചുറൽ ട്രീറ്റ്മെന്റ്. ഇപ്പൊ എന്നെ കണ്ടില്ലേ, കൂടുതൽ സുന്ദരനായില്ലേ? അല്ല, നീ എന്താ ഇവിടെ? ഞാനും. എന്തോന്നു? സ്പർശ. ആഹാ. തൃപ്രയാറിന്റെ മുഖസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുവാൻ
അത്യാധുനിക ടെക്നോളജിയുടെ സഹായത്തോടെ ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള കോസ്മെറ്റോളജി ക്ലിനിക്, സ്പർശ ലക്ഷറി ആയുർവേദ ക്ലിനിക്, യൂണിസെക്സ് സലൂൺ ആൻഡ് സ്പാ, ഈസ്തെറ്റിക് ക്ലിനിക് ആൻഡ് ലേസർ ട്രീറ്റ്മെന്റ്, സൗത്ത് പെട്രോൾ പമ്പിന് സമീപം, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. 5000-ലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്. ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. വടഹനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് RCUP സ്കൂളിലെ 113-ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും യാത്രയയപ്പും ആഘോഷിച്ചു. തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളിയുണ്ടോ അവിടെയൊക്കെ പള്ളിക്കൂടം ഉണ്ടാക്കണമെന്ന് വിശുദ്ധനായ ചാവറാച്ചൻ അദ്ദേഹത്തിന്റെ ഉത്ബോധനം ലോകത്തെ മുഴുവൻ ഉത്ബോധിപ്പിച്ചു. വിശുദ്ധനായ ചാവറാച്ചൻ, ഈ ശബ്ദം കേൾക്കുന്നവർ നാനാജാതി മതസ്ഥരുണ്ട്. നമ്മൾ ഹൃദയത്തിനകത്ത് നന്ദിയുടെ ഒരു ഓർമ്മ വരണം. ആരായിരുന്നു ഈ ചാവറാച്ചൻ? വിശുദ്ധനായ ചാവറാച്ചൻ. അദ്ദേഹം വലിയൊരു ഇതേപോലത്തെ ഒരു സന്യാസി വര്യൻ ആയിരുന്നു. കർത്താവിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി ദൈവ വിളി കേട്ട് തൻ്റെ ജീവിതം സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ഒരു വൈദിക ശ്രേഷ്ഠനായിരുന്നു വിശുദ്ധനായ ചാവറാച്ചൻ. ചാവറാച്ചൻ അദ്ദേഹം ദൈവ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു, പള്ളി ഉണ്ടാക്കാം പ്രാർത്ഥിക്കാൻ വേണ്ടി. പള്ളി എവിടെ ഉണ്ടാക്കിയാലും അവിടെ പള്ളിക്കൂടം ഉണ്ടാക്കണം. പള്ളിക്കൂടം ഉണ്ടാക്കിയിട്ട് ക്രൈസ്തവ മത വിശ്വാസികൾക്ക് മാത്രമല്ല പള്ളിക്കൂടത്തിൽ അഡ്മിഷൻ കൊടുക്കേണ്ടത്, കുട്ടികൾ ചേർക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, എല്ലാവരെയും പഠിപ്പിക്കണം. ഹെഡ്മാസ്റ്റർ ഷാജി ജോർജ് ആമുഖ പ്രസംഗം നടത്തി. വടഹനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി TV റീത്ത റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ അതിരൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ജോയ് അടമ്പുകുളം അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ഏബിൾ ചിറമൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. BPC BRC തളിക്കുളം സിന്ധു KH ജ്വാലാപത്രം പ്രകാശനം ചെയ്തു. PTA പ്രസിഡന്റ് CS സുനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു. മുൻ ഹെഡ്മാസ്റ്റർ OJ ഷാജൻ പുരസ്കാര വിതരണം നടത്തി. OSC പ്രസിഡന്റ് CM നൌഷാദ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. ജെസ്സി KH മികച്ച കർഷക വിദ്യാർത്ഥിക്കുള്ള അവാർഡ് നൽകി. MPTA പ്രസിഡന്റ് സുമിത ഉണ്ണി, മുൻ PTA പ്രസിഡന്റ് മനോജ് P ബാലൻ, CA സോളമൻ, ഫസ്റ്റ് അസിസ്റ്റന്റ് സീജ ജോസഫ് T, സ്കൂൾ ലീഡർ മാസ്റ്റർ ദർശൻ ദേവ്, CB അബ്രഹാം, ബേസിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റാഫ് പ്രതിനിധി ജാൻസി ജോസഫ് ഉപഹാര സമർപ്പണം നടത്തി. സ്റ്റാഫ് പ്രതിനിധി മാർഗറ്റ് PJ എൻഡോമെന്റ് സ്വീകരിച്ചു. ഷീന D ചുങ്കത്ത് മറുപടി പ്രസംഗം പറയുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപ്രകടനങ്ങളും PTA-യുടെയും അധ്യാപകരുടെയും കലാവിരുന്നും നടന്നു. അന്തിക്കാട് പഞ്ചായത്തിലെ 2024-25 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയിട്ടുള്ള ബജറ്റിൽ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിന് 3,90,00,000 രൂപയും, ലൈഫ് ഭവന പദ്ധതിക്ക് 3,12,00,000 രൂപയും, GLPS അന്തിക്കാട്, GLPS പുത്തൻപീടിക എന്നീ സ്കൂളുകളുടെ നവീകരണത്തിനായി 2,74,00,000 രൂപയും, പട്ടികജാതി ക്ഷേമത്തിനു വേണ്ടി
59,62,000 രൂപയും കാർഷിക മേഖലയ്ക്ക് 43,13,000 രൂപയും ശുചിത്വത്തിന് വേണ്ടി 46,68,400 രൂപയും വകയിരുത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സുജിത് ബജറ്റ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് ജീന നന്ദൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മേനക മധു, PA ഷഫീർ, ശരണ്യ രജീഷ്, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി, വിവിധ വകുപ്പിൽ ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആകെ പ്രതീക്ഷിക്കുന്ന വരവ് 28,43,77,000 രൂപയും ആകെ പ്രതീക്ഷിച്ച ചിലവ് 27,83,02,229 രൂപയും മിച്ച ബാക്കി 60,74,171 രൂപയുമാണ്. പുത്തൻപീടിക തൂന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ അശ്വതിവേല ആഘോഷിച്ചു. രാവിലെ പള്ളിയുണർത്തൽ, വാകച്ചാർത്ത്, അഭിഷേകം, ത്രിമധുരം, നിവേദ്യം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശപൂജ, പഞ്ചഗവ്യ അഭിഷേകം, ഉച്ചപൂജ, പുഷ്പാഞ്ജലികൾ, പ്രസാദൂട്ട് എന്നിവ നടന്നു. വൈകിട്ട് പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ പകൽ പൂരം എഴുന്നള്ളിപ്പ്, ആരംഭം, കുട്ടിയെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടായിരുന്നു. വൈകിട്ട് ദീപാരാധന, നിറമാല, അത്താഴപൂജ, സന്ധ്യവേല, കേളിപ്പറ്റ്, തായമ്പക എന്നിവ നടന്നു. ക്ഷേത്രം ഭാരവാഹികളായ അന്തിക്കാട് ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, പ്രസിഡന്റ് സത്യൻ മേലേടത്ത്, സെക്രട്ടറി KV ഭാസ്കരൻ, ട്രഷറർ റിനോയ് NR, വൈസ് പ്രസിഡന്റ് ബിജു അണ്ടേഴത്ത്, ജോയിന്റ് സെക്രട്ടറി സുരേഷ് KG, അനിൽ മഠത്തിൽ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക തൂന്നിയക്കാവ് ഭഗവതി ക്ഷേത്രം അശ്വതിവേലാഘോഷത്തിന്റെ ഭാഗമായി 10+ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്ക് സൗജന്യ ശീതളപാനീയ വിതരണം നടത്തി. തോന്നിയകാവ് അമ്പല പരിസരത്ത് നടന്ന സൗജന്യ ശീതളപാനീയ വിതരണം താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ പുത്തൻപീടികയിൽ വ്യാപാരി വ്യവസായി അംഗമായ ആൽവിൻ AVക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. 10+ കൂട്ടായ്മ പ്രസിഡന്റ് ബിമൽ തണ്ടാശ്ശേരി, സെക്രട്ടറി മണിലാൽ തണ്ടാശ്ശേരി, ട്രഷറർ രാകേഷ് വട്ടുകുളം, പ്രതീഷ് എന്നിവർ പ്രസംഗിച്ചു. ബിനോയ് TR, സതീഷ്, സനോജ് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സബ്സിഡി സാധനങ്ങൾക്ക് വില വർദ്ധിക്കും. എങ്കിലും പൊതുവിപണിയിലെ വിലയിലും കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില. വിദഗ്ധ സമിതിയുടെ ശുപാർശയെ തുടർന്നാണ് മന്ത്രിസഭ സബ്സിഡി കുറക്കാൻ തീരുമാനിച്ചത്. നവംബറിൽ ഇക്കാര്യം LDF യോഗം പരിഗണിച്ചിരുന്നെങ്കിലും നടപ്പാക്കാൻ വൈകിയിരുന്നു. ചെറുപയർ, ഉഴുന്ന്, വൻകടല, വൻപയർ, തുവരപ്പരിപ്പ്, മുളക്, മല്ലി, പഞ്ചസാര, വെളിച്ചെണ്ണ, ജയാരി, കുറുവാരി, മട്ടാരി, പച്ചരി എന്നിവയാണ് വില വർദ്ധിക്കുന്ന 13 സാധനങ്ങൾ. സർക്കാരും സപ്ലൈകോയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് വില കൂട്ടാനുള്ള തീരുമാനം. മാസം 40 ലക്ഷം വരെ റേഷൻ കാർഡ് ഉടമകളാണ് സപ്ലൈകോയിലെത്തി സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നത്. മണലൂർ സെന്റ് തെരേസസ് UP സ്കൂളിൽ വായനക്കൂട്ടം പരിപാടിയുടെ ഉദ്ഘാടനം BRC ട്രെയിനർ സീമ G നായർ നിർവഹിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞു. വിവാജി കള്ളനാണ്, വിവാജി ജയിലിലായി. ജയിലിൽ നിന്ന് വിവാജി ഇറങ്ങി വരിക. നല്ല മഞ്ഞുള്ള ഒരു രാത്രിയാണ്. ദൃശ്യ കഥയാണ്. നല്ല മഞ്ഞുള്ള ഒരു രാത്രിയാണ്. ആ നല്ല മഞ്ഞുള്ള ഒരു രാത്രിയിൽ ഇങ്ങനെ വിവാജി നടന്നു വരുമ്പോൾ ആദ്യം കാണുന്നത് പള്ളിയുടെ അരമനയാണ്. അവിടെ വന്ന് വാതിക്കല്
ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ വിന്നി അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ ലിസ്ന ടീച്ചർ നേതൃത്വം നൽകി. 45ഓളം കുട്ടികൾ വായനക്കൂട്ടം പരിപാടിയിൽ പങ്കെടുത്തു. പെരുങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രത്തിൽ ഇത്തവണത്തെ പൂരാഘോഷത്തിൽ പങ്കെടുക്കാൻ തൃക്കടവൂർ ശിവരാജു എത്തുന്നു. ഇക്കഴിഞ്ഞ മാസം അന്തിക്കട പുത്തൻപള്ളിക്കാവ് പൂരത്തിന് എഴുന്നള്ളിപ്പിന് തിടമ്പേറ്റുന്നതിൽ ചിറക്കൽ കാളിദാസൻ എന്ന ആനയുമായി ഉയരത്തിന്റെ കാര്യത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് തിടമ്പ് നഷ്ടമായ ആനയാണ് ശിവരാജു. 2012 ഫോറസ്റ്റ് രേഖകൾ പ്രകാരം ശിവരാജുവിന് 311 സെന്റിമീറ്ററും ചിറക്കൽ കാളിദാസിന് 308 സെന്റിമീറ്ററും ഉയരമാണുള്ളതെന്ന് രേഖ ലഭിച്ചിട്ടും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും ലഭിച്ച തെറ്റായ മറ്റൊരു രേഖയുടെ അടിസ്ഥാനത്തിൽ ശിവരാജുവിന് തിടമ്പ് നൽകാതെ ചിറക്കൽ കാളിദാസിന് നൽകുകയായിരുന്നു. നവഭാരത് പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സന്തോഷ് വാര്യർ, സജയ് മാണിക്കത്ത് എന്നിവർ വിവരാവകാശ നിയമപ്രകാരം ഇത് സംബന്ധിച്ച് രേഖ നേടിയെടുക്കുകയായിരുന്നു. അന്ന് പൂരാഘോഷത്തിനിടയിൽ നാട്ടുകാർ തമ്മിൽ ഉണ്ടാകുമായിരുന്ന വഴക്ക് ഒഴിവാക്കുന്നതിനായി കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന ശേഷമാണ് ഇപ്പോൾ ആലപ്പാട് പുള്ള പുറത്തൂർ ദേശത്തിനു വേണ്ടി തൃക്കടവൂർ ശിവരാജു വീണ്ടും എഴുന്നള്ളിപ്പിനായി എത്തുന്നതെന്ന് കൗതുകവും ഇതിനെ പിറകിലുണ്ട്. മാർച്ച് 1 വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ പെരുങ്ങോട്ടുകര പൂരം. ഫെബ്രുവരി 8 മുതൽ 13 വരെ ഗോവയിൽ നടന്ന 6ാമത് മാസ്റ്റേഴ്സ് ഗെയിംസ് നാഷണൽ പഞ്ചഗുസ്തി മത്സരത്തിൽ 60 കിലോഗ്രാം പുരുഷ വിഭാഗത്തിൽ കടശങ്കടവ് കാട്ടുതിണ്ടിയിൽ മോഹനൻ കുമാരി ദമ്പതികളുടെ മകൻ ഹരി കെയം, 60 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ചെമ്പൂത്ര ചെമ്പാലിപ്പുറത്ത് സുധാകരൻ ശാന്ത ദമ്പതികളുടെ മകൾ സൗമ്യ CS എന്നിവർ കേരളത്തിന് വേണ്ടി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ചൈനയിലെ തായ്പേയിൽ നടത്തുന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിലേക്ക് യോഗ്യത നേടി. പാലാഴി കല്ലൂപ്പാലം മടത്തിപ്പറമ്പിൽ ക്ഷേത്രത്തിലെ 13ാമത് തോറ്റംപാട്ട് മഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളായി നടത്തിയ ചടങ്ങുകളിൽ ആദ്യ ദിവസം വിഷ്ണുമായ കളവും 2ാം ദിവസത്തിൽ മുത്തപ്പൻ കളം ദേവികളവും നടന്നു. തുടർന്ന് വടക്കുംവാതുക്കൽ കർമ്മത്തോടെ ഈ വർഷത്തെ തോറ്റംപാട്ട് മഹോത്സവം സമാപിച്ചു. 7ാം ദിവസം നട തുറക്കലും തുടർന്ന് ഐവർക്കളിയും ഉണ്ടാകും. പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏങ്ങണ്ടിയൂരിൽ ഗവർണർക്ക് SFI പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. BJP പ്രവർത്തകരുമായി സംഘർഷം. വാടാനപ്പള്ളി RCUP സ്കൂളിൽ വാർഷികവും യാത്രയയപ്പും. സർക്കാർ അവഗണനയ്ക്കെതിരെ താനത്ത് കോൺഗ്രസ് ധർണ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.